ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ആർക്കും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു രുചിയേറിയ ചിക്കൻ ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഞാൻ വെറും 20 മിനിറ്റ് മാത്രമാണ് എടുത്തത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പ്രിപ്പയർഡാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ ബിരിയാണിയാണ്. നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ബിരിയാണി ചെയ്യാൻ അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ബിരിയാണിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ബസുമതി റൈസ്, ലോങ് റൈസാണ്. അത് ഞാൻ നല്ലതുപോലെ കഴുകി വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിരിക്കുകയാണ്. ഈ 1.5 കപ്പ് അരിക്ക് ഞാൻ ചിക്കൻ്റെ നല്ല 2 എടുത്തിരിക്കുന്നത്, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 പിടി മല്ലിയില, 1/2 കപ്പ് നല്ല തൈര്. നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി വെച്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ അരപ്പ് തന്നെ മറ്റുള്ള ബിരിയാണി വെക്കുന്നതിലും വ്യത്യസ്തമാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 3 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുഴുവനും ഒന്ന് വറുത്തെടുക്കാം. സവാള വറുത്തെടുക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആകുന്നതിന് നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വറുത്ത് വന്ന ഈ സവാള നമുക്ക് കോരാം. സവാള നമ്മൾ വറുത്ത് കോരി അത് നമുക്ക് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കനെ ഒന്നും വഴറ്റാനും ഒന്നും വേണ്ട, അതുപോലെ നമ്മൾ പ്രത്യേക രീതിയിൽ മാരിനേറ്റ് ചെയ്താണ്. അതിൻ്റെ വെള്ളം പാത്രത്തിൻ്റെ കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചിക്കൻ ഒന്ന് വെന്തെടുക്കാം. സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിനി ചോറ് വെന്തെടുക്കാം. അതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട 1 കഷ്ണം ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ കാഷ്യൂനട്ടോ മുന്തിരിങ്ങയോ ഒന്നും ഇടുന്നില്ല. സിമ്പിളായിട്ടൊരു പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് എല്ലാം അടുപ്പിച്ചാൽ എളുപ്പം ഉണ്ടാക്കാമോ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. നമുക്ക് ചെറുകെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ലൈം എടുത്തതും പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അരി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ചോറൊന്ന് വെന്തെടുക്കാം.
നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പെല്ലാം നല്ല കുറുകിയ ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന സവാളയിൽ കുറച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വെക്കാം. ഞാൻ വെന്ത ചിക്കൻ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചോറ് വേകുമ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. വറുത്ത സവാളയും കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ബിരിയാണി റെഡിയാകും. നമുക്ക് ചോറൊന്ന് നോക്കാം. നല്ല പരുവത്തിന് ചോറും വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറും ചിക്കനും കൂടി ഒന്ന് ചേർക്കാം. നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. വറുത്തെടുത്ത സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഇട്ട് ലെയർ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള സവാള വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ആർക്കും എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.